നമസ്കാരം, എൻ്റെ പേര് എം അജയലാൽ. പട്ടം SVT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായി ജോലി നോക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ നൈറ്റിൽ പലരും ഉണരുന്നത് ചിലപ്പോൾ കാലിൻ്റെ ഒരു കഴച്ചിൽ ഇല്ലെങ്കിൽ ഒരു കോച്ചിപ്പിടുത്തം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉണർന്നു വരുന്നത്. ചിലപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിലാണെങ്കിൽ അത് കൂടുതൽ പ്രഗ്നൻറ്റ് ലേഡീസ് അങ്ങനെയുള്ള ആൾക്കാർ വെയിറ്റ് പെട്ടെന്ന് കൂടുക, അതോടൊപ്പം തന്നെ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്, നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് വൈഫ്സ്, കൂടുതൽ നേരം കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നവർ, പോലീസ്മാൻ, ട്രാഫിക് വാർഡൻസ്, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, അങ്ങനെ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ആണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിനകത്ത് പ്രധാനമായും നമ്മുടെ ഈ കാലിലേക്കുള്ള രക്തഓട്ടത്തിൻ്റെ കുറവാണ് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. അത് നമ്മൾ എന്തെങ്കിലും മസിൽ ക്യാച്ച് വന്നതാണ്, ഇല്ലെങ്കിൽ കോച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞായിരിക്കും രാവിലെ എണീക്കുന്നത്. ഇപ്പോൾ രാത്രി ചിലപ്പം എണീച്ചോ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് മാറുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതാണ്. നമുക്ക് കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വരുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ അശുദ്ധമായ രക്തവും തമ്മിലുള്ള ഒരു യാത്രയുടെ ഇടയിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു വാൽവ് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് കൺട്രോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ വാൽവിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയും വാൽവിൻ്റെ ചുറ്റുമുള്ള മസിൽസിനൊക്കെ ഒരു ബലക്കുറവ് സംഭവിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചുള്ള ഒരു ഫ്ലോ വരുന്ന സമയത്താണ് നമുക്ക് ഈ രണ്ട് ബ്ലഡും തമ്മിലുള്ള ഒരു സിങ്കിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ കാലിലെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇത് വാൽവിന് ഡെഫിസിറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ വെരിക്കോസ് വെയിനിൻ്റെ സാധ്യത ഇത് കാരണമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്നിവിടെ ഇപ്പോൾ പറയുന്നത്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പകലാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ നേരം ജോലി ചെയ്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് വളരെ പതിവായിട്ട്, ഇപ്പോൾ റോഡിലൊക്കെ ട്രാഫിക് അങ്ങനെയൊക്കെ വാർഡൻസും പോലീസൊക്കെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എപ്പോഴും വെള്ളം കൂടെ കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവർ എല്ലാം ചെയ്യേണ്ടത് ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിലെ ജലാംശം കുറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മസിൽസിനൊക്കെ ക്രാംസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വാട്ടർ ഏറ്റവും കൂടുതൽ, നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ളത് ഒരു ക്രൈപ്പ് ബാൻഡേജ് അങ്ങനെ എന്തെങ്കിലും ചുറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി DVT. ഇപ്പം നൈറ്റിൽ നമുക്ക് സ്റ്റോക്കിങ്സ് ഇട്ടില്ലെങ്കിലും നമ്മൾ ഡേ ടൈമിൽ നമുക്ക് കംഫർട്ടബിളായിട്ട്, നമ്മൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സ്റ്റോക്കിങ്സ് കാലിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രഷർ വേരിയൻ്റ് കാരണം നമുക്ക് ആ ഒരു DVTയുടെ ചാൻസസ് വളരെ കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് കിടക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ ഹൈറ്റ്, ഇത് നമ്മൾ കാല് അല്പം നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രി നമ്മുടെ നെഞ്ചിൽ നിന്നും അല്പം പൊക്കി കാല് വെച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം പില്ലോ വെച്ച് ചിലർ എലിവേറ്റ് ചെയ്ത് കിടക്കാറുണ്ട്. നമ്മൾ ഈ കാല് പില്ലോ വെച്ച് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ പില്ലോ അതിൻ്റെ സ്ഥാനം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാല് രാവിലെ ബെഡിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യം കട്ടിലിൻ്റെ തന്നെ കാല് ഉയർത്തി വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാല് എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് കട്ടിലിൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ഇഷ്ടികയോ ഇല്ലെങ്കിൽ ഒരു വുഡൻ ബ്ലോക്കോ വെച്ചിട്ട് നമ്മൾ ഒരു അല്പം ഹൈറ്റ് പൂക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡ് ഫ്ലോ നമുക്ക് തിരിച്ച് കാലിലേക്കുള്ള ആ ഒരു ഫ്ലോ നമുക്ക് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാത്രിയിലെ ഉറക്കത്തിൽ ഈ ഒരു പെരുപ്പും ഈ കാലിൻ്റെ കഴച്ചിലിൻ്റെയും ഒരു സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇനി നമുക്ക് ചെയ്യാവുന്ന വേറൊരു എക്സസൈസ് എന്ന് പറയുന്നത്, നമുക്ക് എക്സസൈസിന് ഉപരി നമുക്ക് ഇപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്ലഡ് ഫ്ലോ, നമുക്ക് ക്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളൊരു ടെക്നിക്കാണ്, നമുക്ക് അല്പം ഹോട്ട് ബാഗോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടി വയറ്റിന് തൊട്ട് താഴെ, നമ്മുടെ ഗ്രോയിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, നമ്മുടെ ഈ തൊട്ട് മേളിലായിട്ട് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഇടുക്കും നമ്മുടെ ഈ വയറിൻ്റെ ഒരു അടിവയറ്റിൽ ഒരു ഹോട്ട് ബാഗ് വെച്ച് കുറച്ച് നേരം നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ അവിടെയും തൈസിൽ നമുക്ക് ഫ്രണ്ട് നമ്മുടെ കാലിൻ്റെ തൊടയുടെ മേൽഭാഗത്തായിട്ട് നമ്മൾ അവിടെയും കുറച്ച് ചൂട്, നമ്മൾ ഈ ഹോട്ട് ബാഗ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തം നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട്, അതിനെ ഒന്ന് ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് രക്തം കുറച്ചുകൂടെ ലൂസായി നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് അതിനകത്ത് ഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആ റെസ്ട്രിക്ഷൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ കുറച്ചുകൂടെ സഹായകമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് ഞാൻ ഇനി പറയുന്നത്, ബർഗേഴ്സ് എക്സസൈസ് എന്ന് പറയും. നമുക്ക് കൂടുതൽ നേരം നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ ചെയ്ത് നോക്കാവുന്ന ഒരു എക്സസൈസാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ആദ്യം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റോ കട്ടിലിൽ പില്ലോ വെച്ച് കാല് ഉയർത്തി വെച്ചിട്ട് കിടക്കുക. ബാക്കി തല നമ്മൾ പില്ലോ വെക്കണമെന്നില്ല, തല നേരെ തന്നെ ബെഡിൽ ഫ്ലാറ്റായിട്ട് കിടന്നതിന് ശേഷം കാല് മാത്രം ഉയർത്തി വെക്കുക. ഈ കാല് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 4 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാല് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത ബ്ലഡ് പോയി നമുക്ക് നല്ല ഒരു വെളുത്ത ഒരു കാലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സ്കിൻ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. നല്ല വിളറിയ ഒരു കളറിലേക്ക് കാല് വരും, ബ്ലഡ് ഫുള്ളായിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും. അത്
കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു 2-3 മിനിറ്റ് നമ്മൾ ബെഡിൽ എണീച്ചിരുന്നിട്ട് കാല് താഴെ തൂക്കിയിട്ടിട്ട് കാലിൻ്റെ പാദം നമുക്ക് താഴോട്ടും മേളിലോട്ടും ഇതേപോലെ ചലിപ്പിക്കുക, നല്ലോണം താഴോട്ടും മേളിലോട്ടും ചലിപ്പിക്കുക. സർക്കിൾ കാലിൻ്റെ കുഴ നല്ലോണം ഇതേപോലെ ചുറ്റി എടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാല് ബെഡിൽ പില്ലോ നേരത്തെ വെച്ചിരുന്ന പില്ലോസ് മാറ്റിയിട്ട് കാല് നേരെ വെച്ചിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കാലിൻ്റെ കുഴ അനക്കി കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ആ സർക്കുലേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുകയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വളരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായും കാൽ കഴച്ചിലിനകത്ത് നമുക്ക് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ആരും മനസ്സിലാകാതെ. അപ്പോൾ പ്രോപ്പറായിട്ട് ഡയറ്റ്, നമുക്ക് മാഗ്നീഷ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടുന്ന കണ്ടൻറ്റായ നമുക്ക് ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ നാടൻ മത്തിച്ചാള, ട്യൂണ ഫിഷ്, നമ്മുടെ ചൂര, അങ്ങനെയുള്ള ഇത് നട്ട്സ് നോർമലി കിട്ടുന്ന, അപ്പോൾ ഏത് നട്ട്സ് ആയാലും അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് മാഗ്നീഷ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകളും കൂടെ നമ്മൾ എടുക്കുകയും ആവശ്യത്തിന് അഡിക്വേറ്റായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാൽ കടച്ചിൽ ഒരു പരിധി വരെ നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നന്ദി, നമസ്കാരം.